started. ഹായ് ചിത്രശലഭങ്ങൾ, പക്ഷികൾ, നല്ല രസം. ഹായ്, എത്ര തുമ്പികളാ. ഷോ, ഇത്ര കാലമായിട്ട് ഞാൻ ഈ ഹില്ലിൽ വന്നില്ലല്ലോ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഹിൽ. വൗ. ദേ ഒരു ബിൽഡിംഗ്. ഹായ്, നല്ല ഭംഗി. ഒന്ന് കേറി നോക്കാം. ഇതിനകത്ത് ആരുമില്ലല്ലോ. പിന്നെ ഇതാർക്ക് വേണ്ടിയാ ഈ കെട്ടിടം ഉണ്ടാക്കി വെച്ചത്? ഹേയ്, ആരുമില്ലേ ഇവിടെ? ഹലോ, ആരുമില്ലേ? ഡോറ് താനെ തുറക്കുന്നു. അയ്യോ, എനിക്ക് പേടി. നിറഞ്ഞതല്ലേ നമ്മുടെ നാട്. ഗ്രാൻഡ്പ ഗാർഡൻ ഹിൽ കണ്ടിട്ടുണ്ടോ? ഗാർഡൻ ഹിൽ? ആ പേരെവിടെയോ കേട്ടതുപോലെ. എവിടെയോ ഒന്ന് ഓർത്തു നോക്ക് ഗ്രാൻഡ്പ. കിട്ടി, ഓർമ്മ വന്നു. ഗാർഡൻ ഹിൽ അധികം ദൂരെയൊന്നുമല്ല. കണ്ടോ ലാമി, അപ്പൊ അങ്ങനെ ഒരു ഹിൽ ശരിക്കുമുണ്ട്. അധികം ദൂരെയല്ല എന്ന് പറയുമ്പോൾ ബനാന ഐലൻഡിന്റെ അതിരിൽ ഒരു കായലുണ്ട്. അതങ്ങ് വടക്കാ. ആ കായല് കടന്നാൽ ഫോറസ്റ്റാ. ആ ഫോറസ്റ്റിനപ്പുറം കിഴക്ക് ദിശയിലാണ് ഈ പറഞ്ഞ ഗാർഡൻ ഹിൽ. പക്ഷെ ഞാൻ പോയിട്ടില്ല. ആ ഹില്ലിൽ ആൾതാമസമില്ല എന്നാ ഞാൻ കേട്ടത്. ആരായിരിക്കും ആ ഡോറ് തുറന്നതും അടിച്ചതും? ഏത് ഡോറ്? അത് ഒന്നുമില്ല. ശരി ഗ്രാൻഡ്പ, സീ യു. ശരി ശരി. ഗ്രാൻഡ്പ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ദാ ഏതാണ്ട് ഈ ഭാഗത്തായിരിക്കും ഗാർഡൻ ഹിൽ. പക്ഷേ അത്രയും ദൂരം നമ്മൾ എങ്ങനെ എത്തും? അതിനല്ലേ നമ്മുടെ ഹാപ്പി കിഡ്. ശരിയാ. ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ബനാന കഴിക്കായിരുന്നു.
ആ അത് കണ്ടപ്പോഴേ തോന്നി. എന്താ വിളിച്ചത്? അതും കാലത്ത് തന്നെ. ദാ അവിടെ ഒരു ഹില്ലുണ്ട്. ഗാർഡൻ ഹിൽ നിറയെ പക്ഷികളും ശലഭങ്ങളും ഉണ്ട്. അതെയോ? നിങ്ങൾ പോയിട്ടുണ്ടോ മുൻപ്? പോയിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ? ഫോട്ടോ കണ്ടോ അതോ വീഡിയോ? അല്ല, അതൊന്നുമല്ല. ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടതാ. അത് കൊള്ളാമല്ലോ സെയിം. സ്വപ്നം യാഥാർത്ഥ്യമാണെന്ന് കരുതിയിരിക്കുകയാണോ? അത് സംഭവിക്കില്ല. നോ ഹാപ്പി, ഗ്രാൻഡ്പ പറഞ്ഞു അങ്ങനെ ഒരു ഹില്ലുണ്ടെന്ന്. ആളുകളൊന്നും ഇല്ലാത്ത ഒരു ഹില്ലാണെന്ന്. ഞങ്ങളെ അവിടെ ഒന്ന് കൊണ്ടുപോകുമോ ഹാപ്പി, പ്ലീസ്? മമ്മ സമ്മതിക്കോ? പെർമിഷൻ ഒക്കെ ഞങ്ങൾ എടുത്തോളാം. ഹാപ്പി റെഡിയാണോ? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. അത് വേണോ? അവിടെ നിറയെ ബനാന കിട്ടുമെന്നാ ഗ്രാൻഡ്പ പറഞ്ഞത്. ഹായ് ബനാന, എങ്കിൽ ഞാൻ റെഡി. എന്ന് മമ്മിയോട് ചോദിച്ചിട്ട് വാ. താങ്ക് യു ഹാപ്പി. വൗ നാമി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ സ്ഥലം. ശരിക്കും ഒരു മാറ്റവുമില്ലല്ലോ. വാട്ട് എ പ്ലേസ്. ഇത്രയും ഭംഗിയുള്ള സ്ഥലമായിട്ടും ഇവിടെ ആരും എന്താ താമസിക്കാത്തത്? അതാണ് ലുവായ്, ഞാനും ഇത്രയും സമയം ആലോചിച്ചത്. ചിലപ്പോ ഈ ഹില്ലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. എന്ത് കുഴപ്പം? സെയിം സ്വപ്നത്തിൽ കണ്ട കെട്ടിടം ഇവിടെ ഉണ്ടോന്ന് നോക്കാദ്യം. ശരിയാ, പക്ഷെ ആ കെട്ടിടം കാണുന്നില്ലല്ലോ. സെയിം കണ്ടത് സ്വപ്നല്ലേ, ഇത് റിയലും. പക്ഷെ ബാക്കിയെല്ലാം സത്യമാണല്ലോ. ദാ കണ്ടില്ലേ, ബേർഡ്സ്, ബട്ടർഫ്ലൈസ് എല്ലാം. അല്ല, അങ്ങനെ ഒരു കെട്ടിടം ഉണ്ട്. ദാ ആ മരങ്ങൾക്ക് പിന്നിൽ നോക്ക്. മൈ ഗോഡ്, അപ്പൊ ഞാൻ സ്വപ്നത്തിൽ കണ്ടതെല്ലാം റിയൽ ആയി സംഭവിച്ചിരിക്കുന്നു. ഓടിവാ, നമുക്ക് ആ കെട്ടിടം കാണാം. ഹായ്, നല്ല രസമുള്ള കെട്ടിടം. സെയിം, നീ സ്വപ്നത്തിൽ കണ്ട കെട്ടിടം ഇത് തന്നെയാണോ? അതെ ലാമി, ഇത് തന്നെ, ഒരു വ്യത്യാസവുമില്ല. ദാ ആ കാണുന്ന വാതിലിലൂടെയാ ഞാൻ അകത്തേക്ക് കടന്നത്. എങ്കിൽ വാ, നമുക്ക് അകത്ത് കയറാം. നോ, സെയിമിന്റെ ഡ്രീം ഇതുവരെ സത്യമായെങ്കിൽ അതും സത്യമായിരിക്കും. എന്ത്? നമ്മൾ അതിനകത്ത് പെട്ടുപോകും. അതെ ഹാപ്പി, നമുക്ക് അതിനകത്ത് കയറണ്ട. ചിലപ്പോ അവിടെ വല്ല ഗോസ്റ്റും ഉണ്ടെങ്കിലോ? ഗോസ്റ്റ്? യെസ്, അങ്ങനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അതൊന്നും അറിയണം. ഞാൻ കെട്ടിടത്തിനകത്ത് കയറി നോക്കാം. അത് വേണോ ഹാപ്പി? അപകടമാവും. അതെ, വേണ്ട ഹാപ്പി, നമുക്ക് തിരിച്ചു പോവാം. നിങ്ങൾ ഇങ്ങനെ പേടിക്കാതെ, ഞാൻ ഹാപ്പി കിഡല്ലേ. അത് ശരിയാ, ഹാപ്പിക്ക് കുറെ പവർ ഉള്ളതല്ലേ. എന്നാലും ഡോണ്ട് വറി, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. ഞാൻ അകത്ത് പോയി നോക്കിയിട്ട് ഇപ്പൊ വരാം. ഓക്കേ? ഓക്കേ ഹാപ്പി. ഹാപ്പി, തുറക്കണ്ട, ഞങ്ങൾക്ക് പേടിയാവുന്നു. മൈ ഗോഡ്, ഹാപ്പി ഡോർ തുറക്കൂ. ഹാപ്പി കിഡ്, ഹാപ്പി, എന്തെങ്കിലും ഒന്ന് മിണ്ടോ. ഹാപ്പി, ഡോർ തുറക്ക്. ഹാപ്പി, ഹാപ്പി ഡോർ തുറക്ക്. ഹാപ്പി. ആരും ഒന്നെത്തി നോക്കാൻ പോലും മടിക്കുന്ന ഈ ഗോസ്റ്റ് വില്ലയിൽ കടന്നു വരാൻ നിനക്കെങ്ങനെ ധൈര്യമുണ്ടായി? നീ ആരാണ്? ഞാനാണ് ഈ ഗോസ്റ്റ് ഹില്ലിന്റെ അധിപൻ. ഈ ഗോസ്റ്റ് വില്ല എന്റേതാണ്. ഞങ്ങൾക്ക് നിന്റെതൊന്നും ആവശ്യമില്ല. ഡോർ തുറക്ക്. എന്റെ ഫ്രണ്ട്സ് പുറത്ത് വിഷമിച്ച് നിൽക്കുക. ഹാപ്പി, നിനക്ക് എന്ത് പറ്റി? ഡോർ തുറക്ക്. ഹാപ്പി, നിനക്ക് എന്ത് പറ്റി? ഡോർ തുറക്ക് ഹാപ്പി. ഓഹോ, വേറെയും ചിലരുണ്ടോ? എങ്കിൽ അവരെ കൂടി പിടികൂടട്ടെ. ലാമി, ഗോസ്റ്റ് ഇപ്പോ നമ്മളെ പിടിക്കും. വേഗത്തിൽ ഓട്. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. മൈ ഗോഡ്, എന്റെ ഫ്രണ്ട്സ് ഇല്ല, അവർക്ക് ഒരു ആപത്തും വരാൻ പാടില്ല. പിന്നെ ഞാൻ നീ എങ്ങനെ പുറത്തു വന്നു?
താൻ ഗോസ്റ്റ് ആണെങ്കിൽ ഈ ഹാപ്പി കിഡ് അതുക്കും മേലെയാ. ദാ കണ്ടോ? ഇനിയും വേണോ? നിന്നെ ഞാൻ എവിടേക്ക് പോയി? ഞാനിവിടെ ഉണ്ട്, തിരിഞ്ഞു നോക്ക്. എന്താണിത്? ഗോസ്റ്റ് ഹാപ്പി കിഡ് മനുഷ്യനല്ല, ഗോസ്റ്റുകളുടെ രാജാവാണ്. ക്ഷമിക്കണം പ്രഭോ. ക്ഷമിച്ചിരിക്കുന്നു. ഇനി മേലിൽ ആ ഗോസ്റ്റ് വിനയിൽ നിന്നും പുറത്തിറങ്ങിയ പിന്നെ ഞാൻ. അയ്യോ ഇല്ല, ഞാൻ ഇനി പുറത്തു വരില്ല. എങ്കിൽ പോ, അകത്ത് പോ. ഇനി ഈ കെട്ടിടത്തിൽ ആര് കയറിയാലും നീ ഉപദ്രവിക്കുന്നതിന് പകരം അവരെ സൽക്കരിക്കണം, കേട്ടല്ലോ? കേട്ടേ. ഹാപ്പി, എങ്കിൽ എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ? നമുക്കൊന്ന് കയറി നോക്കിയാലോ? അത് വേണോ? ശരിയാ, ഗോസ്റ്റ് എന്നോട് കള്ളം പറഞ്ഞതാണോന്ന് അറിയാമല്ലോ. താങ്ക്സ് ഗോസ്റ്റ്. വെൽക്കം. ഹാപ്പി കിഡ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ, അറ്റൻഡൻസ് എടുക്കുകയാണ്. ലാമി പ്രസന്റ് മിസ്. ലുവായ് പ്രസന്റ്. സെയിം ഞാനിവിടെ ഉണ്ട്. അല്ല, പ്രസന്റ് മിസ്. മക്തു. അയ്യോ അയ്യോ ഇവൻ ഇങ്ങനെയാണോ പ്രസന്റ് പറയുന്നത്? അയ്യോ അയ്യോ മക്തു, എന്ത് പറ്റി? എനിക്ക് വയറുവേദനയാണ് മിസ്സേ. അയ്യോ, സഹിക്കാൻ വയ്യ. ഇന്നലെ തലവേദന, ഇന്ന് വയറുവേദന. ഇതിൽ എന്തോ പിശകുണ്ടല്ലോ. ശരിയാ. അയ്യോ, വയറുവേദനിക്കുന്നേ. ഓ, അത്രയ്ക്ക് വേദന ഉണ്ടോ? എങ്കിൽ മമ്മിയെ ഇൻഫോം ചെയ്തിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അയ്യോ വേണ്ട മിസ്, ഹോസ്പിറ്റലിൽ പോവണ്ട. എങ്കിൽ വല്ല ഹോട്ടലിലും പോവാം. മിസ്, എനിക്ക് വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്താ മതി. ശരി, അങ്ങനെ ആവട്ടെ. ഒരാളെ കൂടെ വിടാം. വേണ്ട മിസ്, ഞാൻ പോയിക്കോളാം. താങ്ക്സ്. എന്നാലും ആ മക്തു ക്ലാസ് കട്ട് ചെയ്ത് ഇത് എവിടേക്കാ മുങ്ങുന്നത്? ലാമി, ചിലപ്പോ മക്തവിന് ശരിക്കും വയറുവേദന ഉണ്ടെങ്കിലോ? തലവേദന വന്നവർക്ക് വയറുവേദന വരാൻ പാടില്ലെന്ന നിയമമൊന്നുമില്ലല്ലോ. അതൊക്കെ ശരിയാ, പക്ഷേ ഇതങ്ങനെയല്ലല്ലോ വൈ. എന്തായാലും കണ്ടുപിടിക്കണം. ഹാപ്പിയെ വിളിക്കണം ഉടനെ. ഹിപ് ഹോപ്പ് ഹാപ്പി ഹാപ്പി ബൂം. എന്റെ ബനാന. പിങ്കു, എന്റെ ബനാന കൊണ്ടുപോകല്ലേ പ്ലീസ്. അയ്യടാ, എനിക്കുമുണ്ട് വിശപ്പ്. കിട്ടുന്ന ബനാന മുഴുവൻ ഹാപ്പി കിട്ട് തിന്ന് തീർക്കുകയല്ലേ പതിവ്. പിങ്കു, അവിടെ നിൽക്ക്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ ബനാന കഴിക്കുന്നത് വിശന്നിട്ടല്ല, എനിക്ക് എനർജി കിട്ടാനാ. ലോകത്തെല്ലാവരും ആഹാരം കഴിക്കുന്നത് അതിനു വേണ്ടി തന്നെയാ, എനർജി കിട്ടാൻ. അയ്യോ, ഇവൾക്ക് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ബനാന ഇങ്ങ് താ പിങ്കു, പ്ലീസ്. ദേ, എന്റെ ചാർജ് തീരാറായി. ബനാന ഇപ്പൊ കഴിച്ചില്ലെങ്കിൽ ഉടനെ എന്റെ സിഗ്നൽ കട്ടാവും. പിങ്കു, ഫ്രണ്ട്സ് ആണല്ലോ. ഈ സമയം കൂളിന്നാണല്ലോ വിളിക്കുന്നത്. വേഗം പോയി നോക്കി വരൂ ഹാപ്പി. ദാ, ഈ ബനാന കഴിച്ചോളൂ. അപ്പൊ പിങ്കുവിന് വിശക്കില്ലേ? ഞാൻ ചുമ്മാ ഹാപ്പിയെ ഒന്ന് പറ്റിക്കാൻ പറഞ്ഞതല്ലേ. എനിക്കറിയാം ഈ ബനാനയിൽ നിന്നാണ് ഹാപ്പിക്ക് പവർ കിട്ടുന്നതെന്ന്. ഓ, എന്തൊരു നല്ല സുഹൃത്താണ് എന്റെ പിങ്കു. ഞാൻ പോയിട്ട് വേഗം വരാം, കേട്ടോ? ബൈ ബൈ. ഹായ് ഹാപ്പി കിഡ്. ഹായ് ഫ്രണ്ട്സ്, എന്താ കാര്യം? അത് ലാമി, ഇന്റർവെൽ തീരാറായി, പെട്ടെന്ന് പറയൂ. നമ്മുടെ മക്തു ക്ലാസ്സിൽ നിന്ന് മുങ്ങിയിട്ടുണ്ട്. ഇന്നലെയും ഇത് തന്നെ അവസ്ഥ. ഒന്ന് വാച്ച് ചെയ്യണം ഹാപ്പി. അവന്റെ വയറുവേദനയൊക്കെ വെറും അഭിനയമാണെന്നാ ഞങ്ങൾക്ക് തോന്നുന്നത്. അതിനെന്താ, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നോക്കണമല്ലോ. ബൈ. ഇന്ന് അവന്റെ കള്ളത്തരം ഹാപ്പി കണ്ടുപിടിക്കും, ഉറപ്പാ. ഹായ്, സ്കൂളിൽ പോവാതെ ഇങ്ങനെ ചുറ്റി നടക്കാൻ എന്താ രസം. അതെ, ഇന്ന് സ്കൂളില്ലേ മോനെ? അത് ഇന്ന് സ്കൂളില്ല, ലീവാ. ഓ അത് ശരി.
ഞാൻ വിചാരിച്ചു സ്കൂളിൽ പോവാതെ കറങ്ങി നടക്കുകയായിരിക്കുന്നു. ആ ശരി ശരി. ഞാൻ കറങ്ങി നടന്നാൽ തന്നെ അയാൾക്ക് എന്താ കുഴപ്പം? ഈ ബാഗാണ് പ്രശ്നം. ബാഗ് എവിടെങ്കിലും ഒളിപ്പിച്ചു വെക്കാം. ഇനി പ്രശ്നമില്ല, ആരുമൊന്നും ചോദിക്കില്ല. ഫ്രണ്ട്സ് പറഞ്ഞത് ശരിയാ, ഇവൻ ഒരു അസുഖവും ഇല്ല. കുറച്ചു സമയം പാർക്കിൽ ചെന്നിരിക്കാം, അത് കഴിഞ്ഞ് ബീച്ചിൽ. ഓഹോ, അതാണല്ലേ പ്ലാൻ. ശരിയാക്കി തരാം. ക്ലാസ് കട്ട് ചെയ്ത് ഇതുപോലെ ചെയ്യുന്നവരെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ഇനിയാണ് സൂത്രം. എന്റെ ബാഗ് ഇതാരാ ഇവിടെ കൊണ്ടുവച്ചത്? ഇനിയിപ്പോ എനിക്ക് വച്ച സ്ഥലം മാറിപ്പോയോ? അയ്യോ, ഇതെന്താ അത്ഭുതം! ഓടിപ്പോകുന്ന ബാഗോ? ഇതുവഴിയാണല്ലോ ബാഗ് വന്നത്. ഇനിയിപ്പോ ഞാൻ സ്വപ്നം കാണുകയാണോ? നിന്നെയല്ലേ ഞാൻ നേരത്തെ കണ്ടത്. ചേട്ടാ, എന്റെ ബാഗ് കാണുന്നില്ല. ഇതുവഴി ഒരു ബാഗ് ഓടിപ്പോകുന്നത് കണ്ടോ? ബാഗ് ഓടിപ്പോവാനോ? നീ എന്താ പറയുന്നത് കുട്ടി? അതെ ചേട്ടാ, എന്റെ ബാഗ് ഇപ്പോ ഇതുവഴിയാ ഓടിയത്. വല്ല ഭ്രാന്താശുപത്രി നിന്നും ചാടിപ്പോന്നതാണോ ഇവൻ? പറയുന്നത് കേട്ടില്ലേ, ബാഗ് ഓടിപ്പോയെന്ന്. ചിന്തിച്ചു നിൽക്കാതെ മറുപടി പറയൂ ചേട്ടാ. എന്നെ കളിപ്പിക്കാൻ നോക്കുകയാണല്ലേ? അങ്ങനെ ഈ എന്നെ പറ്റിക്കാമെന്ന് കരുതണ്ട. അവന്റെ ഒരു ബാഗ്. ചേടാ, ഇയാളെന്തൊരാളാണ്? ബാഗ് തൊട്ട് പോവരുത്. ഞാൻ ബാഗല്ല, ഭൂതമാണ്. സ്കൂളിൽ പോവാതെ ചുറ്റി നടക്കുന്ന കുട്ടികളെ പിടിക്കുന്ന ഭൂതം. അയ്യോ, ഭൂതമോ? ഇനി നീ മിസ്സിനോട് കള്ളം പറയോ? കള്ളവോ? എന്തു കള്ളം? കള്ളെന്ന് പറഞ്ഞ എന്താ? കളി എന്നോടോ? ദാ പിടിച്ചോ. അയ്യോ, ഇനി ഞാൻ കള്ളം പറയില്ല, ആരോടും കള്ളം പറയില്ല. എന്നെ കൊല്ലല്ലേ ദൈവമേ. അയ്യോ, ഭൂതം പിന്നാലെ തന്നെ ഉണ്ടല്ലോ. ഇന്ന് എന്റെ കഥ കഴിഞ്ഞത് തന്നെ. അയ്യോ, ഓടിക്കോ. ഓടാനാ പറഞ്ഞത്. അയ്യോ അയ്യോ, എനിക്ക് വയ്യ. ഭൂതമേ, ഞാനിനി ഇത്തിരി നേരം വിശ്രമിച്ചിട്ടോടാം. നിൽക്കരുത്, നിന്നാൽ ഇടിച്ച് ഷേപ്പ് മാറ്റി ഞാൻ. അയ്യോ, ആ മക്തു വീട്ടിലെത്തിയോ ആവോ? ലാമി, നിങ്ങളുടെ വീടിന്റെ അടുത്തല്ലേ ആ മക്തുവിന്റെ വീട്? അതെ മിസ്. ക്ലാസ് കഴിഞ്ഞു പോയിട്ട് ഒന്ന് അന്വേഷിക്കണം കേട്ടോ. മിസ്, ഇതൊക്കെ അവന്റെ ഒരു നമ്പറാ. ക്ലാസ് കട്ട് ചെയ്യാനുള്ള സൂത്രം. സെയിം, അറിയാത്ത കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല. ചിലപ്പോൾ സത്യമാണെങ്കിലോ? പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നത് മക്തു വയറുവേദന അഭിനയിച്ചതാണെന്നാ. അയ്യോ, ബാഗ് ഭൂതം കൊല്ലാൻ വരുന്നേ. അയ്യോ, മക്തുവിന്റെ സൗണ്ടല്ല ആ കേട്ടത്? അതെ മിസ്, അത് മക്തുവിന്റെ ശബ്ദം തന്നെയാ. ഹാപ്പി പണി കൊടുക്കുന്നു തോന്നുന്നു. മിസ്, രക്ഷിക്കൂ, ബാഗ് ഭൂതം കൊല്ലാൻ വരുന്നേ. ബാഗ് ഭൂതമോ? ഇത് അവന്റെ പുതിയ അടവാണ് മിസ്. ആണോ? മക്തു, നിന്റെ വയറുവേദന മാറിയോ ഇത്ര പെട്ടെന്ന്? സോറി മിസ്, ഞാനത് കള്ളം പറഞ്ഞതായിരുന്നു. എനിക്ക് വയറുവേദന ഒന്നും ഉണ്ടായിരുന്നില്ല. സോറി. അത് ശരി, അപ്പോൾ നീ എന്നെ പറ്റിച്ചതാണല്ലേ? ഇനി ഞാൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് 1000 ടൈംസ് ഇംപൊസിഷൻ എഴുതിട്ട് പോയാ മതി, കേട്ടല്ലോ? കേട്ടു മിസ്, ഇപ്പൊ തന്നെ എഴുതാം. ഹാപ്പി കിഡ്. സെയിം, ആ ഫോണൊന്നെടുത്തേ. ഓക്കേ പപ്പാ. ഹലോ, സെയിം ഹിയർ. ആ മോനെ സെയിം, ഇത് ഗ്രാൻഡ്പയാ. ഹായ് ഗ്രാൻഡ്പാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ അങ്ങോട്ട് വരികയാ. നിങ്ങൾ അവിടെ ഉണ്ടല്ലോ അല്ലേ? അതെ ഗ്രാൻഡ്പാ, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. എപ്പോ എത്തും? അരമണിക്കൂർ.
ആരാ സെയിം? ഗ്രാൻഡ്പയാ ഇങ്ങോട്ട് വരുന്നെന്ന്. അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. ഹായ്, ഗ്രാൻഡ്പ വരുന്നോ? സെയിം, ഇന്ന് ഗ്രാൻഡ്പയെ തിരികെ വിടരുത്. നമുക്ക് രാത്രി കഥ കേട്ടുറങ്ങാം. ശരിയാ, നമ്മുടെ ഗ്രാൻഡ്പയ്ക്ക് ഒത്തിരി കഥകൾ അറിയാം. അതെങ്ങനെയാ മക്കളെ? ഗ്രാൻഡ്പയ്ക്ക് അവിടെ കൃഷിയൊക്കെ ഉള്ളതല്ലേ? രാത്രി ഇവിടെ തങ്ങാനൊന്നും പറ്റില്ല. എങ്കിൽ വൈകുന്നേരം പോയിക്കോട്ടെ. ഗ്രാൻഡ്പ വന്ന കുട്ടികൾക്ക് വലിയ സന്തോഷ. ലുവായ്, സെയിം, വേഗം റെഡിയാവ്. ഗ്രാൻഡ്പ വരുമ്പോഴേക്കും നമുക്ക് എല്ലാം അറേഞ്ച് ചെയ്യണം. എന്ത് അറേഞ്ച് ചെയ്യുന്ന കാര്യമാ? അങ്ങനെയൊന്നുമില്ല മമ്മ, കളിക്കുന്ന കാര്യം പറഞ്ഞതാ. കുട്ടികളും കൊള്ളാം, ഗ്രാൻഡ്പയും കൊള്ളാം. അരമണിക്കൂർ കഴിഞ്ഞല്ലോ, ഗ്രാൻഡ്പ എന്താ വരാത്തത്? വഴിയില് വല്ല ബ്ലോക്കും ഉണ്ടാവും. നമുക്ക് ഗ്രാൻഡ്പയുടെ മൊബൈലിൽ വിളിച്ചാലോ? വാ. സ്വിച്ച് ഓഫ് ആണല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ലാമി? മക്കൾ ഇവിടെ ഇരിക്കെ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. ഗ്രാൻഡ്പ വന്ന ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കണേ. മമ്മ, പപ്പ, ഗ്രാൻഡ്പ ഇനിയും വന്നില്ല. വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. ഗ്രാൻഡ്പ വരുന്നേ. വരുന്ന വഴിക്ക് ചിലപ്പോ മാർക്കറ്റിലോ മറ്റോ കയറിയിട്ടുണ്ടാവും. ഫോണിൽ ചാർജ് ഉണ്ടാവില്ല, അതായിരിക്കും ഓഫായത്. ശരി, ഞങ്ങൾ പെട്ടെന്ന് വരാം കേട്ടോ. ബൈ. ഓക്കേ മമ്മ. ബൈ പപ്പ. ലാമി, എനിക്ക് എന്തോ ഒരു പേടി പോലെ. ഗ്രാൻഡ്പ ഒരിക്കലും പറഞ്ഞ സമയം തെറ്റിക്കാറില്ല. അതെ, ആ കാര്യത്തിലൊക്കെ വലിയ നിർബന്ധമുള്ള ആളാ. പറഞ്ഞതായിരിക്കും. എന്തെങ്കിലും അപകടം പറ്റി കാണുമോ? അയ്യോ, വെറുതെ പേടിപ്പിക്കാതെ ലാമി. അരമണിക്കൂറൊന്ന് പറഞ്ഞിട്ടിപ്പോ 1 മണിക്കൂറായി. നമുക്ക് ഹാപ്പി കിഡിനെ വിളിച്ചാലോ? യെസ്, ഉടനെ വിളിക്കാം. ഫ്രണ്ട്സ്, ഞാൻ എത്തി. എന്താ കാര്യം? ഗ്രാൻഡ്പയെ കാണാനില്ല. അരമണിക്കൂർ കൊണ്ട് വരാമെന്ന് വിളിച്ചു പറഞ്ഞതാ. പക്ഷേ വിളിച്ചപ്പോ മൊബൈൽ ഓഫാ. നിങ്ങൾ എങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ശരി, വിളിക്കാം. ഇല്ല, കിട്ടുന്നില്ല. മൊബൈൽ ഓഫാ. ഹാപ്പി കിഡ് ഒന്ന് പോയി നോക്കാമോ? പിന്നെന്താ, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് ഉടനെ വരാം. ഒട്ടും പേടിക്കണ്ടട്ടോ, ഞാനില്ലേ നിങ്ങൾക്ക് കൂട്ടിന്. ഞാനുള്ളപ്പോ നിങ്ങൾക്ക് ആർക്കും ഒരാപത്തും വരില്ല കേട്ടോ. ഫോൺ ബെല്ലടിക്കുന്നു. ചിലപ്പോ ഗ്രാൻഡ്പ ആയിരിക്കും. ഹലോ, മൈ നെയിം ഈസ് ഡഗ്ലസ്. ഹേ ഡഗ്ലസ്. നിങ്ങളുടെ ഗ്രാൻഡ്പ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. മൈ ഗോഡ്, ഡഗ്ലസ്, ഗ്രാൻഡ്പയെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. ഇല്ല, ഒന്നും ചെയ്യില്ല. പക്ഷേ ആ ഹാപ്പി കിഡിനെ എനിക്ക് തരണം. തന്നാൽ മാത്രമേ ഇനി നിങ്ങളുടെ ഗ്രാൻഡ്പയെ ജീവനോടെ കാണൂ. അല്ലെങ്കിൽ ഓഹോ, അപ്പൊ ഗ്രാൻഡ്പയെ ഡഗ്ലസ് തട്ടിക്കൊണ്ടുപോയതാണല്ലേ? അതെ ഹാപ്പി, തിരിച്ചു തരണമെങ്കിൽ അത് എന്താ? ഹാപ്പി കിഡിനെ അയാൾക്ക് കൊടുക്കണമെന്ന്. അല്ലെങ്കിൽ ഗ്രാൻഡ്പയെ കരയാതെ. പാവം ഗ്രാൻഡ്പ, ഞാൻ കാരണം പാടില്ല. ഹാപ്പി കിഡ് കാരണം ആരും വിഷമിക്കാൻ പാടില്ല. ലാമി, എന്നെ ഡഗ്ലസിനെ പിടിച്ചു കൊടുത്തേക്ക്, എന്നിട്ട് ഗ്രാൻഡ്പയെ രക്ഷിക്ക്. അയ്യോ, അപ്പൊ ഹാപ്പി, ഞങ്ങൾക്കത് പറ്റില്ല ഹാപ്പി. ഞങ്ങൾക്ക് രണ്ടുപേരെയും വേണം ഹാപ്പി. അതെങ്ങനെ നടക്കും കൂട്ടുകാരെ? അതൊരിക്കലും പറ്റില്ല. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ ഹാപ്പി? അതെ ഹാപ്പി കിഡ്, ഒന്ന് ശ്രമിച്ചു നോക്കാം. എങ്കിൽ വാ, പെട്ടെന്ന് വാ, ഞാനെടുക്കാം. ഹലോ, ഇത് നീയല്ലേ ഹാപ്പി കിഡ്? അതെ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിന്നെയാണ് എനിക്ക് വേണ്ടത്. ശരി, ഞാൻ വരാം. പക്ഷെ ഞങ്ങളുടെ ഗ്രാൻഡ്പയ്ക്ക് ഒരു അപകടവും വരരുത്. ഇല്ല, പക്ഷെ നീ വന്നില്ലെങ്കിൽ ഞാനത് പറയണ്ടല്ലോ. പിന്നൊരു കാര്യം, ഈ വിവരം പോലീസിലോ മറ്റാരെയെങ്കിലുമോ അറിയിച്ചാൽ ആ നിമിഷം ഗ്രാൻഡ്പ. അയാൾ ഫോൺ വെച്ചു. വാ, പെട്ടെന്ന് വാ. പ്ലീസ്, നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ ഹാപ്പിയെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. ആഹാ, എന്തൊരു സ്നേഹം, എന്തൊരു സ്നേഹം. ജീവൻ വേണമെങ്കിൽ മിണ്ടാതിരുന്നോ കിളവ. അവർ വരട്ടെ. വന്നില്ലെങ്കിൽ ഐ വിൽ ഷൂട്ട് യു. ഹാപ്പി, എന്തെങ്കിലും ഐഡിയ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഒരു വഴിയുണ്ട്. ഏറ്റാലേറ്റ്. എന്ത് വഴിയാ? നോക്കിക്കോ. ഹിപ് ഹോപ്പ് ഡ്യൂപ് ഡ്യൂപ് ബൂം.
വേറൊരു ഹാപ്പി കിഡ്. ഏയ് ഇത് വെറും ഡമ്മി. ഇനിയാണ് നമ്മുടെ കളി. എന്ത് കളി? വാ പറയാം. അവന്മാരെ കാണുന്നില്ലല്ലോ. ഇനി താമസിപ്പിക്കണ്ട ബോസ്, കിളവനെ അങ്ങ് തട്ടിയേര്. ഹാപ്പി, മര്യാദയ്ക്ക് ഡഗ്ലസിന്റെ അരികിലേക്ക് പോ. അല്ലെങ്കിൽ തല്ലി കൊല്ലും ഞങ്ങൾ. അതവരുടെ ശബ്ദമല്ലേ, വഴക്കാണല്ലോ. ഹാപ്പി പറയുന്നത് കേൾക്ക്. ഞങ്ങൾക്ക് ഗ്രാൻഡ് പേ വേണം. അതിന് നീ ഡഗ്ലസിന്റെ അടുത്തേക്ക് പോയേ പറ്റൂ. ഇല്ല, ഞാൻ പോവില്ല. എന്ത് പറഞ്ഞ നിന്നെ ഞാൻ. അയ്യോ തല്ലല്ലേ. രാമേ, തല്ല്, ഇവനെ തല്ല്. അയ്യോ ബോധം പോയി. ബോധം പോയാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് അവനെ അങ്ങനെ കിട്ടുന്നതാ നല്ലത്, അല്ലേ ബോസ്? അതെ, അങ്ങനെ മതി. എങ്കിൽ ഗ്രാൻഡ് പേ തന്നിട്ട് ഈ ഹാപ്പി കിഡിനെ നിങ്ങൾ എടുത്തു. ഓക്കെ, 1 മിനിറ്റ്. വേണ്ട മക്കളെ, ഹാപ്പിയെ കൊടുക്കണ്ട. ഇവര് ദുഷ്ടന്മാരാ. ഗ്രാൻഡ് പാ, അതൊന്നും നമ്മളിപ്പോ നോക്കണ്ട. വേഗം വാ. ഹാപ്പിയെ കൊണ്ടുവാ. മക്കളെ, ഓ, എന്തൊരു വെയിറ്റാ ഈ ചെറുക്കന്. എന്നാലും വേണ്ടില്ല, ഇവനെ കയ്യിൽ കിട്ടിയല്ലോ. വേഗം കൊണ്ടുവാ ഫ്രെഡി, വേഗം അകത്ത് കൊണ്ടുപോ. എന്നാലും നിങ്ങള് ഹാപ്പിയെ ആ ദുഷ്ടന്മാർക്ക് കൊടുത്തല്ലോ. എന്തിനാ ചിരിക്കുന്നത്? ഞാനിവിടെ ഉണ്ട് ഗ്രാൻഡ്പാ. ഇതെന്ത് അത്ഭുതം. അപ്പൊ അവര് കൊണ്ടുപോയതോ? അത് ഡമ്മി, വെറും ഡമ്മി അല്ല. ഇപ്പൊ കണ്ടോ? ബോസ്, നമ്മളിപ്പോ എവിടെയാ? എന്തായാലും ജീവനോടെയുണ്ട്. ഹാപ്പി കിഡ്. ഹായ് ഗ്രാൻഡ്പാ. ഗ്രാൻഡ്പാ വന്നു. ഹായ് ഗ്രാൻഡ് പാ, ഇത് എപ്പോ വന്നു? ഞാനിപ്പോ വന്നതേയുള്ളൂ മക്കളെ. നിങ്ങളെ കാണാതെ ഒരാഴ്ചയിലധികം എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല. വാവ്, ലവ്ലി ഗ്രാൻഡ്പാ. ഇന്ന് ഗ്രാൻഡ്പയുടെ കഥ കേട്ട് ഉറങ്ങാമല്ലോ, അല്ലേ? അല്ലാതെ പിന്നെ ഓരോ തവണ വരുമ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഓരോ പുതിയ കഥ ഗ്രാൻഡ്പാ സ്റ്റോക്ക് ചെയ്യില്ലേ? ഇന്ന് ഏത് കഥയാ പറഞ്ഞു തരാ? ഹൊറർ മതി, എനിക്ക് അതാ ഇഷ്ടം. വേണ്ട ഗ്രാൻഡ്പാ, ഹൊറർ സ്റ്റോറി കേട്ടാ ജീവ ഉറക്കത്തിൽ നിലവിളിക്കും. ആണോ സെയിം? നിനക്ക് അത്രയ്ക്ക് പേടിയാണോ? എന്റെ ഗ്രാൻഡ്പാ, ഇവർക്ക് എന്നോട് അസൂയായതുകൊണ്ട് പറയാ. അസൂയയോ? എന്തിനാ? പറഞ്ഞ പോലെ ഞങ്ങൾക്ക് എന്തിനാ നിന്നോട് ജലസി? അല്ല, കൂട്ടത്തിന് ഞാനല്ലേ അല്പം ധൈര്യശാലി, അതുകൊണ്ടാണല്ലോ. മതി മതി. ഇനി അതും പറഞ്ഞ് വഴക്ക് വേണ്ട. 3 പേരും പോയി ഡ്രസ്സ് മാറ്റി പലഹാരം കഴിച്ചിട്ട് വാ. അതൊക്കെ ചെയ്യാം ഗ്രാൻഡ്പാ. എനിക്ക് കോമഡി സ്റ്റോറി മതി, ഹൊറർ വേണ്ട. എനിക്ക് ഹിസ്റ്റോറിക്കൽ സ്റ്റോറി മതി. അങ്ങനെയാണെങ്കിൽ ഗ്രാൻഡ്പയെ സഹായിക്കാൻ ഞാനൊരു ഉഗ്രൻ ഐഡിയ പറയാം. എന്താ സെയിം? കേൾക്കട്ടെ. ഒരു കോമഡി സ്റ്റോറി ഹിസ്റ്റോറിക്കൽ ഹൊറർ ആയി പറഞ്ഞാ മതി. അത് കൊള്ളാം സെയിം. നിന്റെ ബുദ്ധി അപാരം തന്നെ. ഇതൊക്കെ എന്ത്? ശരിയാ, ഇതിലും വലുത് എന്തോ വരാനിരുന്നതാ. എന്തായാലും ഇന്ന് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ധൈര്യശാലിയായ സെയിമിന് വേണ്ടി ഒരു ഹൊറർ സ്റ്റോറി തന്നെ പറഞ്ഞേക്കാം. പോരെ? മതി മതി ഗ്രാൻഡ്പാ, താങ്ക് യു. യു ആർ വെൽക്കം മൈ സ്വീറ്റ് ആൻഡ് സ്ട്രോങ് സെയിം. സ്വീറ്റ് ആൻഡ് സ്ട്രോങ്? ആര്? സെയിമോ? പിന്നല്ലാതെ, ഇവൻ ആരാ മോൻ? അങ്ങനെ പറഞ്ഞു കൊടുക്ക് ഗ്രാൻഡ്പാ. ശരി, ഇനി നിങ്ങൾ ചെന്ന് ഫ്രഷ് ആയിട്ട് വരൂ. യെസ് ഗ്രാൻഡ്പാ. ഈ പിള്ളേരുടെ ഒരു കാര്യം. അപ്പോ നമ്മൾ ഹൊറർ സ്റ്റോറി പറഞ്ഞു തുടങ്ങാൻ പോവാണ്. നമ്മളോ? ഗ്രാൻഡ്പയല്ലേ സ്റ്റോറി പറയുന്നത്? അതെ, കഥ പറയുന്നത് ഞാൻ തന്നെയാണ്. എന്നിട്ടെന്താ നമ്മൾ പറഞ്ഞു തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞത്? സെയിം, നിനക്ക് കഥ കേൾക്കണ്ടെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ. അയ്യടാ, ഞാൻ പറഞ്ഞിട്ടാ ഗ്രാൻഡ്പ ഹൊറർ സ്റ്റോറി പറയുന്നത് തന്നെ. അപ്പൊ പിന്നെ ഞാനില്ലാതെ എങ്ങനെയാ? നിങ്ങൾ നിശബ്ദരായി ഇരുന്നാലേ ഞാൻ സ്റ്റോറി പറയൂ. എന്തു വേണം? ഞാൻ സൈലന്റാ. ഇവര് രണ്ടുപേരാ ശബ്ദം ഉണ്ടാക്കുന്നത്. ഞാൻ നിർത്തി. ഞാനും. എങ്കിൽ തുടങ്ങാം. ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടം. സമയം
അർദ്ധരാത്രി. 6 മണി 6 അല്ല സെയിം. അർദ്ധരാത്രി എന്ന് പറഞ്ഞ 12 o'clock. ഈ ലുവായിക്ക് കണക്കും അറിയില്ല. കഷ്ടം. 6 + 6 12. ഓക്കേ? അയ്യോ, ഓക്കെ നിങ്ങൾ കഥയിൽ ശ്രദ്ധിക്കുക. ഒരു പൂച്ചക്കുഞ്ഞു പോലുമില്ലാത്ത വിജനമായ ഒരു സ്ഥലത്താണ് ആ കെട്ടിടം. ആ കെട്ടിടത്തിനകത്ത് ആണുങ്ങളെ പറയിപ്പിക്കാതെ സെയിം. അത് പിന്നെ വവ്വാലിന്റെ എൻട്രി ആ ഒരു സമയത്തായതുകൊണ്ട് ഞാൻ പേടിച്ചതാ. വിട്ടേക്ക് ലാമി, സെയിം കൊച്ചുകുട്ടിയല്ലേ. അപ്പൊ ഞാനും ലാമി വയസ്സായവരാണോ? ഞങ്ങളും കുട്ടികളാ. പക്ഷെ സെയിം മാത്രം പേടിച്ചു. ഒരു പേടിയൊക്കെ ഏത് ധൈര്യവാനും പേടിക്കും. ഗ്രാൻഡ്പാ, സെയിമിനെ പേടിച്ചിരുന്നോ? അല്ലെങ്കിൽ കഥയുടെ അടുത്ത ലിസ്റ്റിന് സെയിം ഇറങ്ങി ഓടും. എനിക്ക് തോന്നുന്നത് ഇവൻ ഗ്രാൻഡ്പയുടെ മടിയിലിരുന്നാണ് കഥ കേൾക്കുന്നതെങ്കിൽ ഗ്രാൻഡ്പയുടെ മടിയിൽ ഒരു ഷീറ്റ് വിരിക്കുന്നതായിരിക്കും നല്ലത്. ശരി, സെയിം മടിയിൽ തന്നെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കി കഥ കേൾക്കാം. അപ്പോ ആ കെട്ടിടത്തിനകത്ത് ഒരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. നിഴലോ? എന്തിന്റെ? ഒരു മനുഷ്യന്റെ നിഴൽ. അതിശയകരമായ ഒരു നിഴൽ. കാരണമെന്തെന്നോ? എന്താ? അത് വെറും നിഴൽ മാത്രമായിരുന്നു. ആളില്ലാത്ത നിഴൽ മാത്രം. ആ നിഴൽ രൂപത്തിന്റെ കൈ മാത്രം അങ്ങനെ പതുക്കെ നീണ്ട് വരികയാ. എങ്ങോട്ട്? ആ കെട്ടിടത്തിൽ ഒരു പാവം സ്ത്രീ താമസിച്ചിരുന്നു. അവരുടെ കഴുത്തിന് നേർക്ക് നിഴലിന്റെ കൈ ഇങ്ങനെ നീണ്ട് വന്ന്. ഇത് കഥയാണ് സെയിം, ഇങ്ങനെ കരയാതെ. എന്താ ഇവിടെ? സെയിമിന്റെ കരച്ചിൽ കേട്ട് പപ്പ വരെ ഉണർന്നു. എന്താ ഉണ്ടായത്? ഒന്നുമില്ലെന്നേ. ഞാൻ പറഞ്ഞ കഥ കേട്ടിട്ട് സെയിം ഒന്ന് ഇമോഷണൽ ആയി പോയതാ. ഇപ്പോ സൈലന്റ് ആയി. വൈകാതെ അവൻ വയലന്റ് ആയിക്കോളും. കഥ പറച്ചിലൊക്കെ നിർത്തി കിടക്കാൻ നോക്ക്. സമയം 11 കഴിഞ്ഞു. മോനെ, അത് അച്ഛൻ ചെന്ന് കിടന്നേ. എല്ലാം കുളമാക്കിയപ്പോ നിനക്ക് സമാധാനമായോ സെയിം? അത് ഞാൻ കുളമാക്കിയിട്ടൊന്നുമില്ല. ഞാൻ നിങ്ങളെ പറ്റിച്ചതാ, പേടിക്കുന്നതായിട്ട് അഭിനയിച്ചിട്ട്. പിന്നെ അഭിനയം ഒന്ന് പോസ്. ഗ്രാൻഡ്പാ, ഞാൻ പേടിച്ചില്ല. ബാക്കി പറ. വേണ്ട, ഇനി എന്റെ ആയുസ്സിൽ നിനക്ക് ഞാൻ ഹൊറർ സ്റ്റോറി പറഞ്ഞു തരില്ല. ഗുഡ് നൈറ്റ്. ധൈര്യവാനായ പേടിത്തൊണ്ടൻ. സത്യമായിട്ട് ഞാൻ പേടിച്ചില്ല, അഭിനയിച്ചതാ. ദൈവമേ, ആ നേൽപ്രേതം ഇവിടെ എങ്ങാനും ഉണ്ടാവുമോ? പാവം, പേടിച്ചുറങ്ങിപ്പോയി. ആര് പേടിച്ചു? ഞാനോ? പിന്നെ സെയിം പേടിച്ചേയില്ല? ഇല്ല, ഞങ്ങള് വിശ്വസിക്കില്ല. എന്റെ ലുവായി, ഈ ഗോസ്റ്റ് ഒന്നുമില്ല. അതൊക്കെ നമ്മുടെ വെറും തോന്നലാ. ഓ, ഇവൻ ഇതൊക്കെ അറിയാമോ? പിന്നല്ല. എങ്കിലൊരു ബെറ്റ്. ഒരു 5 മിനിറ്റ് ആ ജാലകത്തിനടുത്ത് തനിച്ചു നിൽക്കാമോ? അതിനെന്താ, 5 മിനിറ്റ് അല്ല, വേണമെങ്കിൽ 5 മണിക്കൂർ വരെ ഞാൻ നിൽക്കും. അതൊന്നും വേണ്ട, 5 മിനിറ്റ് മതി. ബെറ്റിൽ ജയിച്ച സെയിമിന് നാളെ ഇഷ്ടമുള്ള ചോക്ലേറ്റ്, തോറ്റാൽ സെയിം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണം. ഓക്കേ, റെഡി. എങ്കിൽ ജാലകത്തിനടുത്ത് പോയി നിൽക്ക്. ഐ ആം റെഡി. ദൈവമേ, ആ ഷേഡോ ഗോസ്റ്റ് എങ്ങാനും വരുമോ? അതൊക്കെ നമ്മുടെ തോന്നലല്ലേ. നോ, ഇങ്ങോട്ടൊന്നും നോക്കാൻ പാടില്ല. പുറത്തേക്ക് തന്നെ നോക്കണം. ഞാൻ നോക്കിയില്ല, കണ്ണിന് എക്സസൈസ് ചെയ്തതാ. പതുക്കെ. ഹായ് ഹാപ്പി കിഡ്. നമ്മുടെ സെയിം ഭയങ്കര
പുളുവടി പേടിയില്ലാന്ന് പറഞ്ഞു. ഗ്രാൻഡ്പയുടെ ഹൊറർ സ്റ്റോറി കേട്ടിട്ട് പേടിച്ച് നിലവിളിച്ചിട്ട് അധിക നേരമായില്ല. പക്ഷേ വീരവാദത്തിന് ഒരു കുറവുമില്ല. ഞങ്ങൾ പെറ്റ് വെച്ചതാ. 5 മിനിറ്റ് അവിടെ തനിച്ചു നിന്നാ ചോക്ലേറ്റ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ്. ഞാനിപ്പോ എന്താ വേണ്ടത്? ഒരു ഹൊറർ മൂഡ് ഉണ്ടാക്കി തന്നാ മതി. ഐഡിയ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഓ, അത് ഞാൻ ഏറ്റു. എനിക്ക് അയ്യോ അയ്യോ എനിക്ക് പേടിയാവുന്നല്ലോ. അയ്യോ 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 എനിക്ക് അയ്യോ അയ്യോ എനിക്ക് പേടിയാവുന്നല്ലോ. അയ്യോ ലാമി ലുവായ്, നിങ്ങൾ എവിടെ? ലാമി, ഇവര് രണ്ടുപേരും എവിടെ പോയി? ഇതെവിടുന്നാ കൂർക്കം വലിക്കുന്നത് കേൾക്കുന്നത്? അമ്മേ, ദൈവമേ എന്നെ രക്ഷിക്കണേ, എനിക്കൊരാപത്തും വരുത്തരുതേ. ഞാനിനി വികൃതി ഒന്നും കാണിക്കില്ലേ. അയ്യോ ഗോസ് ഗോസ്, പപ്പ മമ്മ ഗ്രാൻഡ്പാ, ഗോസ് ഗോസ്. എന്നാലും ഇതിത്തിരി കടന്ന കൈയായി പോയി. ഹാപ്പി കിട്ടും ഇതിന് കൂട്ടു നിന്നല്ലേ. ഇതൊക്കെ ഒരു തമാശയല്ലേ സെയിം? പേടിച്ചതിന് ഒരു സമ്മാനം. ഹായ് സ്വീറ്റ്സ്, ഇങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വന്ന് പേടിപ്പിച്ചോ ഹാപ്പി കിഡ്. എനിക്ക് നോ പ്രോബ്ലം. ഹയ്യടാ, ബിരുദന്റെ പൂതി കൊള്ളാലോ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. എന്താ? ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല, പേടിച്ചതായിട്ട് അഭിനയിച്ചതാ. ഹാപ്പി കിഡ്.